ഒരു കാട്ടിൽ കുഞ്ഞു എന്നൊരു മുയലും ധീരൻ എന്നൊരു ആമയും താമസിച്ചിരുന്നു. കുഞ്ഞു വളരെ വേഗത്തിൽ ഓടുമായിരുന്നു. തന്റെ വേഗതയിൽ അവന് വലിയ അഭിമാനമായിരുന്നു. ധീരൻ ആമയാകട്ടെ പതുക്കെയാണ് നടക്കാറ്. പക്ഷേ അവൻ എപ്പോഴും ക്ഷമയോടെയും സ്ഥിരതയോടെയും തന്റെ കാര്യങ്ങൾ ചെയ്തു. ഒരു ദിവസം കുഞ്ഞു ആമയെ കണ്ട് കളിയാക്കി. ധീര, നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? നിന്നേക്കാൾ വേഗത്തിൽ ഒരു ഇല പോലും കാറ്റിൽ പറക്കും. കുഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട ധീരൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, വേഗം നല്ലതാണ് കുഞ്ഞുവേ, പക്ഷേ ലക്ഷ്യത്തിലെത്താൻ സ്ഥിരതയും അത്ര തന്നെ പ്രധാനമാണ്. ഇത് കേട്ട് കുഞ്ഞു വീണ്ടും ചിരിച്ചു. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഓട്ടമത്സരം നടത്താം. ആരാണ് ആദ്യം മലമുകളിലെ വലിയ മാവിന്റെ ചുവട്ടിലെത്തുന്നതെന്ന് നോക്കാം. ധീരൻ സമ്മതിച്ചു. അടുത്ത ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാം മത്സരം കാണാനെത്തി. മത്സരം വൈകാതെ തുടങ്ങി. കുഞ്ഞു കാറ്റുപോലെ മുന്നോട്ടോടി. ധീരൻ തന്റെ പതിവ് വേഗത്തിൽ പതുക്കെ നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം ഓടിയ ശേഷം കുഞ്ഞു തിരിഞ്ഞു നോക്കി. ധീരൻ വളരെ പിന്നിലാണ്. ഇത്രയും പിന്നിലുള്ള ആമയെ തോൽപ്പിക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. കുറച്ചു നേരം ഇവിടെ ഒന്ന് വിശ്രമിക്കാം, കുഞ്ഞു മുയൽ മനസ്സിൽ വിചാരിച്ചു. ഒരു വലിയ മരച്ചുവട്ടിൽ കിടന്ന കുഞ്ഞു പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അതേസമയം ധീരൻ നിർത്താതെ മുന്നോട്ട് നടന്നു. വേഗമില്ലെങ്കിലും ഓരോ ചുവടും അവനെ ലക്ഷ്യത്തിനടുത്തെത്തിച്ചു. സമയം കടന്നുപോയി. ഒടുവിൽ ധീരൻ മാവിന്റെ ചുവട്ടിലെത്തി. കയ്യടികളുടെയും ആർപ്പുവിളികളുടെയും ശബ്ദം കേട്ടാണ് കുഞ്ഞു ഉണർന്നത്. അവൻ വേഗത്തിൽ ഓടിയെത്തിയെങ്കിലും വൈകിപ്പോയിരുന്നു. ധീരൻ ഇതിനകം വിജയിച്ചു കഴിഞ്ഞു. കുഞ്ഞുവിന് വലിയ വിഷമമായി. എന്റെ അമിത ആത്മവിശ്വാസം കൊണ്ടാണ് ഞാൻ തോറ്റത്. നീ പറഞ്ഞത് ശരിയായിരുന്നു ധീര. കുഞ്ഞു സമ്മതിച്ചു. ധീരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഴിവുണ്ടാകുന്നത് നല്ലതാണ്, പക്ഷേ കഠിനാധ്വാനവും സ്ഥിരതയും ഇല്ലെങ്കിൽ കഴിവ് മാത്രം വിജയത്തിലേക്ക് നയിക്കില്ല. അന്നു മുതൽ കുഞ്ഞു തന്റെ കഴിവിൽ മാത്രം അഭിമാനിക്കാതെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യാൻ തുടങ്ങി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? അമിത ആത്മവിശ്വാസവും അശ്രദ്ധയും പരാജയത്തിലേക്ക് നയിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മനോരമ ഓൺലൈൻ എൻകിഡ്.